നല്ലതാണെന്ന് വിചാരിക്കും, ചെയ്യുന്നത് മുഴുവൻ നല്ലതല്ലാതെയായി പോകും. ഇന്ന് വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് നമ്മൾ ഓതി. സൂറത്തുൽ കഹ്ഫ് അങ്ങനെ ഓതി അവസാനിക്കാൻ സമയത്ത് 103-ാമത്തെ 104-ാമത്തെ ആയത്ത് അവസാനം എത്തുമ്പോൾ അവിടെ നമ്മൾ ഓതാറുണ്ട്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ. നബിയെ പറഞ്ഞു കൊടുക്ക്, ചില ആളുകൾക്ക് അറിയിച്ചു കൊടുക്കണം, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നഷ്ടത്തിലാകുന്നത് ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? ചില ആൾക്കാരുണ്ട്, കുറെ ചെയ്യും, പക്ഷെ ചെയ്തതൊക്കെ നല്ലതാന്ന് വിചാരിച്ചു അവസാനം അത് നഷ്ടാകും. അല്ലദീന ദുനിയാവിൽ അവർ ഒരുപാട് അധ്വാനങ്ങൾ കാഴ്ചവെച്ചു. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, ഞങ്ങൾ ചെയ്യുന്നത് നല്ലതാണെന്ന് അവർ വിചാരിച്ചുകൊണ്ട്. ദീനി പഠിപ്പിച്ചിട്ടുണ്ടോ? നോക്കിയില്ല. ഇത് ഇസ്ലാമിലുള്ളതാണോ? ശ്രദ്ധിച്ചില്ല. ഇങ്ങനെയൊക്കെ നബിതങ്ങളും സ്വഹാബത്തും മാതൃകയായി ഇസ്ലാമിന്റെ ആദ്യ തലമുറ നമുക്ക് പകർന്നു തന്നതാണോ? അതൊന്നും വിഷയമല്ല. എല്ലാവരും ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറെ ആളുകൾ പറയുന്നുണ്ട്, ഇങ്ങനെ യൂട്യൂബിൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്തു കൂട്ടും. അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കില്ല. നോക്കൂ നിങ്ങൾ, നമ്മളൊക്കെ നമസ്കരിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞാൽ, അവിടുത്തെ പ്രധാനപ്പെട്ട ദിക്റുകൾ കഴിഞ്ഞാൽ എഴുന്നേറ്റ് പിറകിലേക്ക് അങ്ങ് മാറിയിരിക്കും. നബിതങ്ങൾ ആവശ്യമായ അവിടുത്തെ പ്രാർത്ഥനകളും ദിക്റുകളെല്ലാം ചൊല്ലും. എന്നിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങും, വീട്ടിലേക്ക് പോകും. വീട്ടിൽ വെച്ചുകൊണ്ട് റവാത്തിബായ സുന്നത്ത് നമസ്കരിക്കും. ഒരു നമസ്കാരത്തിന്റെ ശേഷവും സ്വഹാബത്തിന്റെ നേർക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് കുറെ പ്രാർത്ഥനകൾ ചൊല്ലി. സ്വഹാബത്തെല്ലാവരും ആമീൻ പറയുന്ന കൂട്ടപ്രാർത്ഥന. നിസ്കാര ശേഷം നമ്മക്കൊക്കെ പ്രാർത്ഥന ഉണ്ട്, നാട്ടുകാരും അത് അറിയൂല. നമ്മുടെ ആവശ്യങ്ങൾ നമുക്കാണ് അറിയുക, നമ്മളാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ കൂട്ടമായ ഒരു പ്രാർത്ഥന നബി തങ്ങളുടെ നമസ്കാര ശേഷം കണ്ടിട്ടില്ല. ഖലീഫമാര് 4 ആളുകൾ 42 കൊല്ലം ഭരണം നടത്തി. അവർ ഇമാമെന്നതിന് ശേഷം ഒരു കൂട്ടപ്രാർത്ഥന നമസ്കാര ശേഷം കാണാൻ കഴിയൂല. ഇത് പറഞ്ഞാൽ ആളുകൾ പറയും, നിങ്ങൾക്ക് പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നാട്ടുകാർ കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് മനസ്സ് തുറന്ന് പടത്തിനോട് പറയുള്ളതാ. ഇത് നല്ലതാണെന്ന് വിചാരിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലരൊക്കെ നമസ്കരിക്കാൻ പള്ളിയിൽ അങ്ങ് വരും. നിസ്കരിക്കുന്നതിന് മുമ്പ് അയാൾ എന്തൊക്കെയോ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പദം കാണാനില്ല. അയാൾ എന്താ ചൊല്ലുന്നത്? ഉസല്ലി ഫറദൻ ലില്ലാഹി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ നിയ്യത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഓരോ നമസ്കാരത്തിനും ഒരു പ്രത്യേക പദം വെച്ചുകൊണ്ടൊരു നമസ്കാരത്തിന്റെ നിയ്യത്തിന്റെ പദം ഉറക്കെ പറയുന്ന സമ്പ്രദായം നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്യാൻ പോകേണ്ട നിയ്യത്ത് വേണം. അത് നമ്മുടെ മനസ്സിൽ ആ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാകേണ്ടതാണ്. എന്നാൽ അതിനൊരു പദം ഉപയോഗിച്ച്, ഒരു സെന്റൻസ് ഉപയോഗിച്ച് അത് പറയുന്ന ഒരു സമ്പ്രദായം പരിചയമില്ലാത്ത നന്മയല്ല. പരിചയമായി നമുക്ക് എവിടെയും അത് കാണാൻ കഴിയില്ല. എന്തൊക്കെ ആഘോഷങ്ങളാണ്! ബറാഅത്ത് രാവ്, മിഅ്റാജിന്റെ നോമ്പ്, മിഅ്റാജിന്റെ ഉറൂസ്, പല നിലക്കുമുള്ള പരിപാടികൾ. ഇതൊക്കെ പുണ്യാണ് എന്ന് വിചാരിച്ച് ചെയ്യും, അവസാനം പരാജിതരായി പോകും. എന്തിനേറെ മരണാനന്തര വീടുകൾ വരെ ഏറെ ദയനീയമാണ്. ഒരു മരിച്ച വീടാന്ന് തോന്നാത്ത വിധേന പന്തലും ചെമ്പും ബിരിയാണിയും ആഘോഷങ്ങൾ നടക്കുക. 3-ന് ചോറ്, 7-ന് 40-ന് തിന്ന് കഴിച്ച് ഇറങ്ങിപ്പോരുമ്പോ നമ്മളൊക്കെ പറയാണ്, ഇതിൻ്റെയൊക്കെ കൂലി ആ മയ്യത്തിന് കിട്ടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ ആദ്യമായിട്ടല്ല കേരളത്തിലെ മരണങ്ങൾ. ലോക ചരിത്രത്തിൽ എത്രയെത്ര പ്രവാചകന്മാർ, എത്ര അമ്പിയാക്കന്മാർ, അവരുടെ ശിഷ്യന്മാർ, സ്വഹാബിമാരുടെ ചരിത്രത്തിലൊക്കെ അങ്ങനെ മരണ വീടുകളെ ചടങ്ങുകളാക്കി, ആഘോഷങ്ങളാക്കി, തീറ്റയുടെ കേന്ദ്രങ്ങളാക്കി, അവിടെ വെച്ചുകൊണ്ട് എന്തൊക്കെയോ പാടിയും പറഞ്ഞും പോയിക്കൊണ്ടിരിക്കുന്ന സമ്പ്രദായം ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഇത് പുണ്യാണ് എന്ന്? നിങ്ങൾ തിരുത്തി പഠിക്കണം. പള്ളി ദർസുകളിൽ പഠിക്കുന്ന കിതാബുകളിൽ പോലും പാടില്ലെന്ന് പറയുന്ന കർമ്മമാണ് ഇത്. പിന്നെ നാട്ടിൽ ഇതിങ്ങനെ ചടങ്ങായി മാറിക്കൊണ്ടിരിക്കുക. പൈസ ഇല്ലാത്തവൻ ഇതൊക്കെ നടത്താൻ വേണ്ടി ബാപ്പ മരിച്ചതിലല്ലേ ഇവർ പെട്ടത്. ചടങ്ങ് കൊണ്ട് കുടുങ്ങിയ കുടുംബങ്ങളുണ്ട്. കടം മേടിച്ചിട്ടാ ചടങ്ങ് തീർക്കുന്നത്. പോത്തിന് മേടിച്ചില്ലെങ്കിൽ ഞാൻ ബാപ്പാനോട് സ്നേഹമില്ലാത്തവനാണോ എന്ന് തെറ്റിദ്ധരിക്കുമോ എന്ന് പേടിച്ചിട്ട് കടം മേടിച്ചും ചടങ്ങ് തീർത്തുകൊണ്ടിരിക്കുന്നവർ ഒന്ന് പഠിക്കണം. മരണാനന്തര കർമ്മങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. യാസീൻ ഓതുക, വീട് താമസത്തിനന്ന് യാസീൻ, ഗൾഫ് പോണെന്ന് യാസീൻ, പ്രസവത്തിന് കൊണ്ടുപോകുമ്പോൾ യാസീൻ, എല്ലായിടത്തും ഒരു യാസീൻ ഓതണം എന്നത് എവിടെ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് യാസീൻ സൂറത്ത് നമുക്ക് പഠിപ്പിച്ചത്. നിബിധങ്ങൾ അതിന് ഇന്ന സ്ഥലത്ത് ചൊല്ലുക, ഇത്ര തവണ ചൊല്ലുക. ഇന്നയാൾക്ക്, ചില ആളുകളൊക്കെ ഉണ്ട്, ഇന്നയാളുടെ പേരിൽ യാസീൻ ചൊല്ലുക, ഇന്നയാളുടെ പേരിൽ 10 ഫാത്തിഹ ഓതുക, ഇന്നയാളുടെ പേരിൽ 20 ഫാത്തിഹ ഓതുക. നമ്മൾ ഓതുന്നത് നമ്മക്കാ, വേറുള്ള പേരിൽ നമ്മൾ ഓതാൻ കഴിയില്ല. ഒന്നാലോചിക്കണം പ്രിയപ്പെട്ടവർ. ഇതൊക്കെ നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്യുന്നവര്, ഇത് നല്ലതാവണമെങ്കിൽ ഇസ്ലാമിനകത്ത് നബിതങ്ങളുടെ ഒരു മാതൃകയും കൽപ്പനയും അനുവാദവും ഉണ്ടായിരിക്കണം.